സുഗമദേവി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബെല്ലയും കെവിനും അതുപോലെ ആ ഡിവൈഎസ്പിയും കൂടെ ചേർന്ന് നന്ദനയും ദേവികയും തകർത്ത് തരിപ്പണാക്കുന്ന എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളുടെ നന്ദനാണെങ്കിൽ ദേവികയുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്ന ആ ഒരു ഫയലെന്ന് പറഞ്ഞാൽ ഭരണസഭയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ശക്തിയുള്ളൊരു ഫയലാണ്. അത് പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് നന്ദൻ്റെയും ദേവികയുടെയും അതുപോലെ സിദ്ധാർത്ഥൻ്റെ ഒക്കെ ജീവിതത്തെ ബാധിക്കും. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇസബെല്ല ഈ ഒരു പ്ലാൻ അറേഞ്ച് ചെയ്തതും. അതുമാത്രമല്ല, ഇസബെല്ല നന്ദൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫയൽ വാങ്ങണമെന്നില്ല, നന്ദൻ്റെ കയ്യിൽ തന്നെ വെച്ചോളാൻ പറയണതും. എന്തെങ്കിലും കേസോ പ്രശ്നമോ വന്നാൽ നന്ദൻ തന്നെ അതിൽ കുടുങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മളുടെ നന്ദൻ്റെ കയ്യിലേക്ക് ഫയൽ തിരിച്ചു കൊടുത്തിട്ട് ഇസബെല്ല ഇത് നന്ദൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, നന്ദൻ വിഷമിച്ചല്ലേ കൊണ്ടേ തന്നേന്ന് പറയുമ്പം, ഇല്ല ബെല്ല, എനിക്ക് സങ്കടമൊന്നുമില്ല, ബെല്ല ഇത് മേടിച്ചോ, ഞാൻ ബെല്ലയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യൂ എന്നൊക്കെ പറയുമ്പം ആ ഒരു സന്തോഷത്തിൽ കിസ് ചെയ്യണ പോലെ ഇസബെല്ല നന്ദനെ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും ഈ നന്ദനെ കിസ് ചെയ്യുന്നത് ഇസബെല്ല മനഃപൂർവ്വം തന്നെയാണ്, നന്ദൻ്റെ അടുത്തുനിന്നുള്ള തിരിച്ചുള്ള പെരുമാറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി. ആ സമയം നന്ദനാണെങ്കിൽ ഈ ഇസബെല്ലയുടെ പ്രവർത്തനം ഒട്ടും ഇഷ്ടമാവണില്ല. അവൻ ആ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കുമ്പം ഇസബെല്ലയ്ക്ക് അങ്ങോട്ട് വല്ലാണ്ടാവുന്നുണ്ട്. എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഈ ഫയൽ നിൻ്റെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയണു. ആ നേരത്താണ് അങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇതിപ്പോൾ ആരായിരിക്കുമെന്ന് വിചാരിച്ച് ഇസബെല്ല പുറത്തേക്ക് വരുമ്പോൾ ആ കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് ഡിവൈഎസ്പിയും അതുപോലെ കെവിനുമാണ്. കെവിനെയും ഡിവൈഎസ്പിനെയും കണ്ടതും ഇസബെല്ലയോട് അവർ ചോദിക്കുന്നുണ്ട്, നന്ദൻ വന്നോ, ഫയൽ കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഉവ്വ പാപ്പ, നന്ദൻ ഫയൽ കൊണ്ടുവന്നു, പക്ഷേ ഞാൻ തൽക്കാലം അത് വാങ്ങിയിട്ടില്ല, ഞാനത് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിരിക്കുക. ഇനിയിപ്പോൾ പാപ്പന് അതിനെക്കുറിച്ച് അവനോട് ചോദിക്കുകയൊന്നും വേണ്ട, എന്തായാലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലോകത്തിൻ്റെ ഏതറ്റത്താണെങ്കിലും ആ ഫയൽ കൊണ്ടുവന്ന് തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അത് മതി, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ പോരെ, എന്തായാലും നമ്മളുടെ കയ്യിൽ ഫയൽ ഇരിക്കണേനേക്കാളും സേഫ് നന്ദൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണേ ആയിരിക്കുമെന്ന്. അങ്ങനെ നമ്മളുടെ കെവിനും ഡിവൈഎസ്പി ഇസബെല്ലയും കൂടി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് നന്ദനാണെങ്കിൽ, ആ കെവിനോ നീ എപ്പോഴാണ് വന്നേ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, എന്നാൽ നീ പൊയ്ക്കോ, എന്നാൽ വാടാ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കെവിനാണെങ്കിൽ ഈ നന്ദനെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഫയൽ കിട്ടിയെന്ന് അറിഞ്ഞതോടുകൂടി കെവിൻ്റെയൊക്കെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഈ മിനിസ്റ്ററോട് പറയുന്നുണ്ട് ആ ഒരു ഫയൽ നഷ്ടപ്പെട്ടു പോയിന്ന്. ആ സമയം മിനിസ്റ്റർ പറയുന്നുണ്ട്, ദേവിക ശരിക്കും ഇപ്പോൾ MLA അല്ല, MLAയുടെ ഡെമ്മി മാത്രം, നന്ദനും പ്രഭാവതിയൊക്കെ കൂടിയ MLA നിയന്ത്രിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല, എത്രയും പെട്ടെന്ന് ദേവിക രാജിവെച്ചൊഴിയണം, അതുമാത്രമല്ല ഫയൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യണം. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതല്ലേ മിനിസ്റ്ററെ ഞാൻ പറഞ്ഞത്, ഫയൽ കാണുന്നില്ല, ആ ഫയൽ അങ്ങനെ കാണാതാകേണ്ടതല്ല, എന്തായാലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ ദേവിക അത്രയും നിസ്സാരമായിട്ടാണോ കണ്ടത്, ആ ഫയൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എങ്ങനെ പോകാനാ, അത് വേറെ എങ്ങോട്ടും പോയിട്ടില്ല, നന്ദനോ പ്രഭാവതിയോ എടുത്ത് മാറ്റിയതായിരിക്കും എന്ന് പറയണോ. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യവും വിഷമവും നാണക്കേടും എല്ലാം ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു വന്നതും ഈ സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, പ്രഭേ, ഈ ദേവിക കൊണ്ടുവന്ന് വെച്ച ഫയൽ നിങ്ങൾ ആരെങ്കിലും എടുത്തതാണോ എന്ന് ചോദിക്കുമ്പം, ഇല്ല സിദ്ധു, ഞാനത് എടുത്തിട്ടില്ല എന്ന് പറയണു. എന്നോട് നുണ പറയരുത്, നന്ദൻ എങ്ങാനും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ആ സമയത്ത് എനിക്കതൊന്നും അറിയില്ല, എന്നോട് നന്ദൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കതിലൊരറിവുമില്ല സിദ്ധു എന്ന് പറയുമ്പം, പ്രഭ എന്നെ വെറുതെ നുണ പറഞ്ഞ് പറ്റിക്കരുത്, അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കാം, പാർട്ടിക്കാരും എല്ലാവരും എന്നെ ദേവികയെ കുറ്റപ്പെടുത്തണത്, ദേവിക ഒരു നല്ല മോളായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇലക്ഷനിൽ മത്സരിപ്പിച്ചത്, MLA ആക്കിയതും, എന്നിട്ട് നീയും നന്ദനും ചേർന്ന് അവൾക്ക് ഉള്ള ചീത്തപ്പേരൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലേ, ഇനി എങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ അവൾ തല ഉയർത്തി നടക്കുമെന്ന്. ഈ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ഈ ചന്ദ്രമതിയെ കാണാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ ചന്ദ്രമതി ത്യാഗരാജൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവികയോട് പറയുന്നുണ്ട്. അത് കേട്ടതും ദേവിക പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ ആൻറ്റി, ഇനിയിപ്പോൾ അതിലും വലിയൊരു പ്രശ്നം എൻ്റെ തലയിൽ വന്നേക്കണം, അതെന്താ മോളേന്ന് ചോദിക്കുമ്പം, ഞാനൊരു ഫയൽ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വച്ചിരുന്നു, ആ ഫയൽ ഇപ്പോൾ കാണാനില്ല എന്ന്. അത് കേട്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ദേവിക ഈ കേൾക്കണത്, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച ഫയൽ എവിടെ പോവാനാ, അത് വലിയ പ്രശ്നമാവില്ല എന്ന് ചോദിക്കുമ്പം ഈ ദേവിക പറയുന്നുണ്ട്, ഉവ്വ ആൻറ്റി, ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും അറിയില്ല, മിക്കവാറും ഇതിൻ്റെ പേരിൽ ഞാൻ രാജിവെച്ച് ഒഴിയേണ്ടി വരുമെന്ന്. ആ സമയത്താണെങ്കിൽ ചന്ദ്രമതിക്കും നല്ല ഭയമാവുന്നുണ്ട്. കാരണം ഇത്രയും പ്രധാനമുള്ളൊരു ഫയൽ നഷ്ടപ്പെട്ടു പോയി, അതും ചന്ദ്രോത്തുനിന്ന്.
എന്തായാലും ചന്ദ്രോത്തുകാരുടെ ഫുൾ ഇമേജ് പോകുന്ന ഒരു പരിപാടി തന്നെയാണ് നടന്നേക്കണേ എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്. എന്നാലും പ്രഭയും നന്ദനും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതും എനിക്കറിയില്ല ആൻറ്റി. എന്തൊക്കെയോ കാര്യങ്ങൾ അവരെന്നിൽ നിന്നും അച്ഛനിൽ നിന്നും മറയ്ക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതെന്താണെന്ന് ചോദിച്ചിട്ട് അവർ ഇതുവരെയും ഞങ്ങളോടത് തുറന്നു പറഞ്ഞിട്ടില്ല. നന്ദുവിൻ്റെ സ്വഭാവമൊക്കെ ആകെ തന്നെ മാറിയിട്ടുണ്ട് ആൻറ്റി. എനിക്ക് ആകെ കൂടി പേടിയായിട്ട് പാടില്ല. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും സത്യങ്ങളെല്ലാം മോള് സിദ്ധുവിനോട് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ എന്ത് വന്നാലും സിദ്ധു അത് കൈകാര്യം ചെയ്തോളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയാണെങ്കിൽ കോളേജിൽ നിന്ന് വന്നതും ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് രാധികേനോടും മാധവനോടും പറയുന്നുണ്ട്. നാണം കെട്ടിട്ട് പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയായി, എന്തൊക്കെയാണ് ചേച്ചി കാട്ടിക്കൂട്ടണ, ഇപ്പം തന്നെ പാർപ്പിട പദ്ധതിയുടെ ഫയൽ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ചേച്ചി അറിയാതെ ആ ഫയൽ എങ്ങനെയാണ് പോണേ, അതും ഭയങ്കര അഴിമതി നടക്കാൻ സാധ്യതയുള്ള ഫയലാണെന്നാണ് എല്ലാവരും പറയണേ. ഇനി ചേച്ചി ആരോടെങ്കിലും കോടികൾ വാങ്ങിയിട്ട് ആ ഫയൽ അവർക്ക് കൊടുത്തോന്നൊക്കെയാണ് എൻ്റെ കൂട്ടുകാരെന്നോട് ചോദിക്കണേന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോൾ, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഫയൽ എവിടെ പോയി അമ്മ? എനിക്കൊന്നും അറിയില്ല എൻ്റെ ഭഗവാനെ. അന്നേ മോളോട് മത്സരിക്കണ്ടെന്ന് പറഞ്ഞത്, അന്നത് കേട്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിലും ഇപ്പം ഇനി ചേച്ചിക്ക് MLA ആയിട്ട് തുടരാനൊന്നും പറ്റില്ല. എത്രയും പെട്ടെന്ന് ചേച്ചി MLA സ്ഥാനം രാജിവെക്കുവാണെങ്കിൽ അതായിരിക്കും ചേച്ചിക്കും ചന്ദ്രോത്തുള്ളവർക്കും നല്ലതെന്ന് ശാരിക പറയുമ്പം അങ്ങനെ രാജിവെച്ച് പോകാനൊന്നും മോള് തയ്യാറാവില്ല. മോളുടെ പേരിൽ വീണേക്കണ അഴിമതി തെളിയിക്കാണ്ട് മോളെങ്ങനെയാണ് പോണേന്ന് ചോദിക്കുമ്പോൾ ഇനി എന്ത് തെളിയിക്കാനാ, കോടികളുടെ അഴിമതി ഇപ്പോൾ നടന്നേക്കണേന്നാണ് ജനങ്ങളൊക്കെ പറയുന്നത്. ആ ഒരു പാർപ്പിടത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്, അതിന് ചേച്ചിക്ക് ന്യായമായ പൈസ കിട്ടിക്കാണുകയും ചെയ്യുമെന്ന് എല്ലാവരും പറയണം. സത്യം നമുക്കല്ലേ അറിയാവുള്ളൂ. ആ സമയത്ത് മാധവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാധവനാണെങ്കിലും ഭയങ്കര വിഷമിച്ച് വരുമ്പം എന്താ മാധവേട്ട എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം നമ്മളുടെ മോള് കാരണം ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം ദേവികയെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നത്. ഇത്രയും വലിയ അഴിമതിക്ക് എൻ്റെ മോള് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല എന്ന്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, അത് പ്രഭാവതിയും നന്ദനും കൂടി നിർബന്ധിച്ചല്ലേ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്ലാന്റിൻ്റെ മാത്രമല്ലല്ലോ, ഇപ്പോൾ പാർപ്പിട നിർമ്മാണത്തിൻ്റെ ഫയലും ദേവികയുടെ കയ്യിൽ നിന്ന് കാണാനില്ല എന്നാണ് പറഞ്ഞത്. എനിക്കൊരു സമാധാനമില്ല ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് രാധികയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെയും അതുപോലെ DYSPനെയും ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ DYSPയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. ഒരിക്കലും ആ നന്ദൻ എന്നെ വിട്ടു പോവാത്ത രീതിയിൽ ഞാൻ അവനെ കൂട്ടും പാപ്പ. ഇനിയിപ്പോൾ ആ ഫയലിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് നമ്മളെ ബാധിക്കില്ല. അതിൽ പ്രശ്നം വരാൻ പോകുന്നത് നന്ദന് മാത്രമാണ്. കാരണം ആ ഫയൽ ഞാൻ നന്ദൻ്റെ കയ്യിൽ തന്നെയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കണേ. ഇനി ഫയൽ കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായാൽ തന്നെ പ്രതിയാവുന്നത് നന്ദനായിരിക്കും. അതോർത്ത് പാപം പേടിക്കുകയൊന്നും വേണ്ടാന്ന്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ കെവിൻ പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ വന്നത്. ഇനി ദേവിക എങ്ങാനും MLA സ്ഥാനം രാജിവെക്കുമല്ല എന്ന് ചോദിക്കുമ്പം അത് പറയാൻ പറ്റില്ല. എന്തായാലും സിദ്ധാർത്ഥൻ സാറ് സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ദേവിക രാജിവെക്കാനൊന്നും സാധ്യതയില്ല. അതല്ല, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ തന്നെ ദേവികയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതുപോലൊരു അഴിമതി ഇതിനു മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ല എന്നാണ് എല്ലാവരും പറയണത്. അതുകൊണ്ട് ദേവികയ്ക്ക് രാജിവെക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ബെല്ല പറയുന്നുണ്ട്, ദേവിക രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പോൾ ഋഷിയുടെ കൊലപാതക കേസിൽ നിന്നും നന്ദൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൂട്ടു നിൽക്കണേ. ഇനിയിപ്പോൾ ഋഷി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നന്ദനെ എങ്ങനെ പ്രതികരിക്കുമെന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം ഈ കെവിൻ പറയുന്നുണ്ട്, ശരിക്കും നമുക്ക് ഋഷിയെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാലോ എന്ന്. ആ സമയത്ത് ബെല്ല പറയുന്നുണ്ട്, തൽക്കാലം അതൊന്നും വേണ്ട കെവിൻ, അതൊക്കെ വലിയ പ്രശ്നമാവും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനാണ്. ത്യാഗരാജനാണെങ്കിൽ പാർട്ടി ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥനെ കണ്ടതും ത്യാഗരാജൻ ഒരുതരം പരിഹാസത്തോടു കൂടി വന്നിട്ട്, ആ സിദ്ധാർത്ഥൻ സാറോ എത്ര കോടികൾ കിട്ടി സാറേ പാർപ്പിടത്തിൻ്റെ ഫയൽ മാറ്റിയെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, താൻ അനാവശ്യം പറയരുത്, ഞാൻ ഇന്ന് വരെ അതുപോലെ ഒരു അഴിമതി നടത്തിയിട്ടില്ല എന്ന് പറയുമ്പം സാറ് നടത്തിയിട്ടില്ല, പക്ഷേ സാറ് കാരണം MLA ആയ സാറിൻ്റെ മരുമകൾ ഇപ്പോൾ ഫുൾ അഴിമതി എൻ്റെ നടത്തണം, അതും പ്രഭാവതി മേഡത്തിൻ്റെയും നന്ദൻ്റെയും സപ്പോർട്ടോടു കൂടി. ശരിക്കും ദേവിക MLA ആയിരുന്നല്ലേ ഉള്ളൂ, ഭരണം നടത്തുന്നത് പ്രഭാവതി മേഡവും നന്ദനും അല്ലേന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ഇങ്ങനെ ആകെ നാണക്കേടാവുന്നുണ്ട്. പിന്നീട് വീണ്ടും മിനിസ്റ്റർ ചെന്ന് കാണുമ്പോൾ മിനിസ്റ്റർ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, എന്തായി സിദ്ധാർത്ഥ പാർപ്പിട പദ്ധതിയുടെ ഫയൽ കിട്ടിയോന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ വീടാക്കാൻ നോക്കി, അവിടെ എങ്ങും ഫയലില്ല, അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം ഇത് വെറുതെ ഉള്ള നഷ്ടപ്പെടലൊന്നുമല്ല, കോടികളുടെ അഴിമതി ഇതിൽ നടന്നേക്കണം. കോടികൾ വാങ്ങിയിട്ട് ആ ഫയൽ ദേവിക ആർക്കോ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ഫയൽ ഇവിടെ കിട്ടണം, ഇല്ലെങ്കിൽ
അടുത്ത ദിവസം തന്നെ ദേവിക രാജിവെച്ച് പുറത്തു പോകണമെന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, തൽക്കാലം ദേവിക രാജിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും നിങ്ങൾക്ക് ആ ഫയൽ കിട്ടിയാൽ പോരെ, അത് 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വരും. അതെങ്ങനെ സിദ്ധാർത്ഥ, ആ ഫയൽ തൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കണം. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഫയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ എത്തൂലായിരുന്നോ, എന്തായാലും ഫയൽ പോയ വഴി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഫയൽ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ കയ്യിൽ കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തീരുമല്ലോ എന്ന്. സമയത്ത് ത്യാഗരാജൻ സിദ്ധാർത്ഥനെ പരിഹസിക്കണ പോലെ പറയുന്നുണ്ട്, മിക്കവാറും പ്രഭാവതി മേഡം തന്നെയായിരിക്കും ആ ഫയൽ മുക്കിയേക്കണതിൻ്റെ പിന്നിൽ നിന്ന്. അത് കേട്ടത് സിദ്ധാർത്ഥൻ നാണം കെട്ടിങ്ങനെ ത്യാഗരാജനെ നോക്കിയിരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.